കുറച്ചു നേരം ഒന്ന് വീട്ടില് ഞങ്ങൾ മാറി നിന്ന് കഴിഞ്ഞാല് 2 കുട്ടികളെ വീട്ടിലാക്കി പോയി കഴിഞ്ഞാൽ കുറച്ചു കഴിഞ്ഞ് ഞങ്ങൾ എത്തുമ്പോ വീടൊരു യുദ്ധക്കളമാകും ഡോക്ടറെ. എന്താ ചെയ്യുക? മൂത്താളെ ഇളയാളെ ഒരുമിച്ച് നിർത്താനേ പറ്റുന്നില്ല. മിക്ക പേരൻസും എന്നോട് വന്ന് പറയുന്ന കാര്യമാണിത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറയട്ടെ, ഇതിന്റെ പ്രധാനമായിട്ടുള്ള കാരണം നിങ്ങളാണ്. നിങ്ങൾ പേരൻസ് എപ്പോഴും എന്തു പറയും? ആ ചേട്ടനെ കണ്ടു പഠിക്കുക, അല്ലെങ്കിൽ അവൻ കണ്ടില്ലേ നല്ലോണം പഠിക്കും, അല്ലെങ്കിൽ അനിയത്തിയോട് പറയും അവനല്ലേ മൂത്തത്. അങ്ങനെ ഇളയാളെ വെച്ച് മൂത്തയാളെയും കമ്പയർ ചെയ്യും, മൂത്താളെ വെച്ച് ഇളയാളെയും കമ്പയർ ചെയ്യും. ഈ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ ഉള്ളില് ഒരു ജലസിയാണ് ഡെവലപ്പ് ആവുന്നത്, ഒരു കുശുമ്പ് അവരുടെ ഉള്ളിൽ ഡെവലപ്പ് ആവും. സിബ്ലിംഗ് ജലസി എന്ന് നമ്മൾ ഇതിനെ പറയാറുണ്ട്. അതുപോലെ ഇവര് എന്തെങ്കിലും ഒരു ഫൈറ്റ്സോ അല്ലെങ്കിൽ വഴക്കോ ഉണ്ടാവുമ്പോ എന്ത് ചെയ്യും? നമ്മൾ ചെല്ലുമ്പോ കുട്ടികൾ പറയുന്ന കേട്ടിട്ട് എപ്പോ തന്നെ നമ്മൾ പണിഷ്മെന്റ് കൊടുക്കും. മിക്കവാറും മൂത്ത ആൾക്കാർക്കും അത് കിട്ടുന്നത്. കാരണം എല്ലാരും നമ്മൾ പറയും മൂത്ത ആളല്ലേ, നീ മൂത്തതല്ലേ, ഇളയാളെ നീ ക്ഷമിക്കണം, ഇളയാളെ ക്ഷമിക്കണം എന്ന്. ഇങ്ങനെ പറയാതെ നിങ്ങൾ ചെന്നിരുന്നിട്ട് 2 പേരെയും കേൾക്കുക, എന്നിട്ട് അവര് തമ്മിൽ അത് സോൾവ് ചെയ്യട്ടെ. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ഒരു കുഞ്ഞുങ്ങൾക്ക് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സ്കിൽസ് ആണ് അവിടെ ഡെവലപ്പ് ആവുന്നത്. അതുപോലെ തന്നെ അവരുടെ ഉള്ളിലുള്ളൊരു ബോണ്ടിങ്ങും ഡെവലപ്പ് ആവുന്നു. അപ്പോ കുട്ടികള് തല്ലുകൂടുക അല്ലെങ്കിൽ മൂത്ത സിബ്ലിംഗ് റൈവൽറി എന്നുള്ളത് എല്ലാ ഫാമിലീസിലും ഉള്ളതാണ്. പക്ഷേ നിങ്ങളുടെ റിയാക്ഷൻ അനുസരിച്ചിരിക്കും ഇവര് തമ്മിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ഉണ്ടാവുന്നത്. സോ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാ പേരൻസിനും ഷെയർ ചെയ്യുക. ഹാപ്പി പേരന്റിങ്.